സംസം വെള്ളത്തെ പറ്റി പറയാണ്, പറയട്ടെ. ഞങ്ങള് ഹദീസുകളെ പരിഹസിക്കല്ല. സംസം നമ്മൾ പറഞ്ഞു, സംസമിന്റെ സ്വഹീഹായ ഹദീസിൽ വന്ന എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ മാഉ സംസം ലിമാ ശുരിബ എന്ന് പറയുന്ന ഹദീസ് ലഈഫാണ് എന്ന് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾ അതിനെ കുറിച്ച് മിണ്ടാത്തത്? ഞങ്ങൾ ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാറില്ല. സ്വഹീഹായി വന്നിട്ടുണ്ട് ഹദീസ് സംസമിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, പ്രത്യേകതയെക്കുറിച്ച്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ മാഉ സംസം ലിമാ ശുരിബല എന്ന് പറയുന്ന ആ ഹദീസ് ലഈഫാണ് എന്ന് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫത്വ പല സ്ഥലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇവിടെയും വായിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ മിണ്ടാത്തത്? ശരിക്കും വേണ്ടി തരാം. എന്താ മിണ്ടാത്തെന്നോ? അതിന്റെ മുമ്പ് ചോദിക്കാനുള്ളത് വെച്ചാൽ, അലിമദനി സാഹിബ് ഇത് ഇവിടെ നിങ്ങൾക്ക് പരപ്പനങ്ങാടി ഗണനം കൊണ്ടുണ്ടായ മെച്ചാണ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോളെ. നിങ്ങൾ ആദ്യത്തെ പ്രസംഗം ഇങ്ങനെയല്ല. മർക്കസ് ദേവാക്കാർ ഇങ്ങനെയല്ല പറഞ്ഞിരുന്ന ആദ്യം സംസമിനെ പറ്റി. സംസമിന്റെ സർവ്വ ഹദീസും ദുർബലമാണ്. അലിമദനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിഷേധിക്കാൻ? ഞാനിവിടെ പലതവണ വായിച്ചിട്ടുണ്ട്. ആദ്യ സംസവുമായി കൊണ്ട് ബന്ധപ്പെട്ട സർവ്വ ഹദീസുകളും ദുർബലമാണെന്നാണ് മർക്കസ് ദേവക്കാർ ആദ്യം പറഞ്ഞിരുന്നത്. അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പിന്നെ നമ്മളിങ്ങനെ സംസമിൻ്റെ വിഷയം ആളുകൾക്കിടയിൽ ബോധവൽക്കരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവർ പറഞ്ഞു സർവ്വ ഹദീസും ദുർബലമല്ല, ഒരു ഹദീസേ സഹിയായി വന്നിട്ടുള്ളൂ. അതേതാണ്? ഇതാ സംസമിൻ്റെ പോരിശ പറയുന്ന ഹദീസുകൾ ഇമാം ദാറഖുത്നി ഉദ്ധരിക്കുന്നു. ഇവരുടെ പരമ്പരയിൽ ഇമാം ദാറഖുത്നി തന്നെ ദുർബലമാണെന്ന് പ്രഖ്യാപിച്ചവരുണ്ട്. മുകളിൽ വരിച്ച റിപ്പോർട്ടുമാരുണ്ട്. സംസം വെള്ളം അനുഗ്രഹീതമായ വെള്ളമാണ്, അത് വിശപ്പിന് ഭക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത്രമാണ് സ്ഥിരപ്പെട്ടത്. രണ്ടാം ഘട്ടം പരപ്പനങ്ങാടി കൊണ്ടുണ്ടായ മെച്ചാണത്. നിങ്ങൾ ആദ്യം എന്താ പറഞ്ഞിരുന്നത്? സംസമിൻ്റെ സർവ്വ ഹദീസുകൾ, ഇതാ സംസമിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സർവ്വ ഹദീസുകളും ദുർബലമായത് കൊണ്ടാണ് ഇമാം ബുഖാരി അവയിൽ ഒന്നുപോലും ഈ അധ്യായത്തിൽ ഉദ്ധരിക്കാത്തത്. സലാം സുല്ലമി. ഇപ്പോൾ പിന്നെ ശബാബക്ക് എത്തിയപ്പോൾ 2015 എത്തിയപ്പോൾ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റൂല, ഒരു ഹദീസ് സഹിഹായി വന്നിട്ടുണ്ട്. അതേതാണ്? സംസം വെള്ളം അനുഗ്രഹീതമായ വെള്ളമാണ്, അത് വിശപ്പിന് ഭക്ഷണമാണ്. എന്നാ വിചാരിച്ച് നമ്മളത് വിചാരിച്ചത് അംഗീകരിച്ചു എന്ന്. ബാക്കി അടുത്ത വാചകം എന്താ അറിയോ? മഴവെള്ളത്തെ സംബന്ധിച്ച് അനുഗ്രഹീതമായ വെള്ളമാണ് സൂറത്തുൽ ഖാഫിൽ പറയുന്നുണ്ട്. അപ്പം എന്തായി? മാഉൻ മുബാറക്ക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായ വെള്ളമാണ്. അപ്പം മഴവെള്ളത്തെക്കുറിച്ച് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴോ അപ്പം പിന്നെ മഴവെള്ളം പോലെ വെള്ളമാണ്, എന്നാൽ പിന്നെ തേറ്റിക്കൊണ്ടിരണോ? അപ്പം ഇതാണ് രണ്ടാമത്തെ ഘട്ടം. ഇപ്പം മൂന്നാമത്തെ ഘട്ടം പറയാണ്, എല്ലാ ഹദീസും ഞങ്ങൾ സ്വീകരിക്കും, ആകെ ഒരു ഹദീസിനെ ഇപ്പം പ്രശ്നമുള്ളൂ. അതേതാണ്? മാഉ സംസം ലിമാ ശുരിബ ലഹു. ആ ഹദീസ് വൈഫാണെന്ന് പിന്നെ ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്താ പറ്റി അതിനെപ്പറ്റി മുണ്ടാത്തത്? എന്നാൽ ഞാൻ ശരിക്കും മുണ്ടിത്തരാം. അതിനെപ്പറ്റി നിങ്ങൾ മറുപടി അറിയേണ്ടി വരും. നിങ്ങൾ മറുപടി പറയണം. എന്താണ് ഇമാം ഇബ്നു ബാസിനോടുള്ള ചോദ്യം? എന്താ? വറദ അന്നമാ സംസം ലിമാ ശുരിബ ലഹു ഫഹൽ യൽസമു അൻ യഖറഅ ഫീഹി ശൈഉൻ മിനൽ ഖുർആൻ വയശ്റബുൽ മരീദ് അം നക്തഫി ബിശുർബിഹി ബിദൂനി ഖിറാഅ. അഥവാ മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന ഹദീസ് വന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അത് കുടിക്കുന്ന സന്ദർഭത്തിൽ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഓതുകയോ എന്നിട്ട് പിന്നെ രോഗി കുടിക്കുകയോ ചെയ്യേണ്ടതുണ്ടോ? അതല്ല ഖുർആൻ ഓതാതെ തന്നെ നേർക്ക് നേരെ കുടിക്കേണ്ടതുണ്ടോ? എന്താണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി കൊടുക്കണ മറുപടി? പിന്നെ ശരിക്കും കേട്ടോളി. മാഉ സംസം ശിഫാഉൻ ലിമാ ശുരിബ ലഹു. അലിമദനി ശരിക്കും കേട്ടോ. നിങ്ങൾ വായിച്ച ഫത്വൻ്റെ തുടക്കം ഞാൻ വായിക്കണത്. നിങ്ങളെന്താ പറഞ്ഞത് ഇവിടെ? മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന ഹദീസ് ഇമാം ഇബ്നു ബാസ് അത് ദഈഫാണെന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ മിണ്ടാത്തത്? നാം മിണ്ടുണ്ട്, ശരിക്കും കേട്ടോളി. നിങ്ങൾ വായിച്ച ഫത്വയുടെ തുടക്കം എന്താ? മാഉ സംസം ശിഫാഉൻ ലിമാ ശുരിബ ലഹു മിൻ ഗൈരി ഹാജത്തിൻ ഇലാ ഖിറാഅത്തിൻ. ഒരു ആയത്ത് ഓതേണ്ട ആവശ്യമില്ല. ആ സംസം വെള്ളം ഇത് എന്തിനു വേണ്ടിയാണോ കുടിച്ചത് അതിന് ശിഫിയാകുന്നതാണ്. യഖൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം,
എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ഇന്നഹാ മുബാറകത്തുൻ ഇന്നഹാ തആമു തുഅമിൻ വശിഫാഉ സുഖമിൻ ഫശ്റുബു മിൻഹാ വത്തറഫുശു മിൻഹാ കുല്ലു ദാലിക മിൻ അസ്ബാബി ശിഫാഇ വൽ ആഫിയ. അതിൽ നിന്ന് കുടിക്കാം, അതുപോലെ തന്നെ ശരീരത്തിൽ പുരട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയും അത് അനുവദിക്കപ്പെട്ടതാണ്, ശിഫാഇന് കാരണമാണ്. എന്നാൽ വയുർവ അൻഹു അന്നഹു ഖാൽ മാഉ സംസം ലിമാ ശുരിബ ലഹു ലാകിൻ ഫീ സനദിഹി ളഈഫുൻ. എന്നാൽ ആ വിഷയത്തിൽ വന്ന ഈ വാചകത്തിൽ വന്നൊരു ഹദീസുണ്ട്, ആ ഹദീസിന്റെ സനദിൽ ദുർബലതയുണ്ട്. എന്നാൽ ഇത് സനദിൽ ദുർബലതയുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാചകൻ എന്താ അറിയോ? മാഉ സംസം ശിഫാഉൻ ലിമാ ശുരിബ ലഹു. അപ്പം എന്താ മനസ്സിലായത്? ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ആ വാചകത്തിൻ്റെ ഹദീസിൻ്റെ സനദിൽ ലുഅ്ഫുണ്ട് എന്നാണ് പറഞ്ഞത്. ആ മത്നി യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി പറഞ്ഞപ്പോൾ മാഉ സംസം ശിഫാഉൻ ലിമാ ശുരിബ ലഹു എന്ന് ആ ഹദീസിൻ്റെ അതേ വാചകം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുള്ളത് എന്ന് കൃത്യമായി കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ വായിച്ചില്ലേ? ഇനി ഞാൻ ചോദിക്കുന്നു, ഈ മറുപടിയിൽ എൻ്റെ ചോദ്യം കേട്ടോ, 168ാമത്തെ ചോദ്യമാണ്. മാഉ സംസം ശിഫാഉൻ ലിമാ ശുരിബ ലഹു മിൻ ഗൈരി ഹാജത്തിൻ ഇലാ ഖിറാഅത്തിൻ എന്ന് പറഞ്ഞ ഷേഖ് ഇമാം ഇബ്നു ബാസിന്റെ വാചകം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ വായിപ്പിച്ചത് അവിടെ ഫത്വ. ആ ഫത്വയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ആ വാചകം മാഉ സംസം ശിഫാഉൻ ലിമാ ശുരിബ ലഹു മിൻ ഗൈരി ഹാജത്തിൻ ഇലാ ഖിറാഅത്തിൻ എന്ന് പറഞ്ഞ ഇബ്നു ബാസിന്റെ വാചകം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അത് കൃത്യമായി ഇവിടെ നിങ്ങൾ പറയണം.